ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ. ഗുരുഭൂതരേ പ്രണാമം. അത്രമാത്രം അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഒരു കലാകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മിയെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരിയാണ്. ഞാൻ കുഞ്ഞുനാളിലെ ഇവിടെ നിന്നും വളർന്നു വന്നതാണ്. 18ാമത് ചെട്ടുകുളങ്ങര അമ്മയുടെ പേരുള്ള ഗാനപൂർണശ്രീ അവാർഡ് ദാന ചടങ്ങ് ആരംഭിക്കുകയാണ്. പ്രശസ്ത ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിക്കാണ് ഈ വർഷത്തെ ചെട്ടുകുളങ്ങര അമ്മ ഗാനപൂർണശ്രീ അവാർഡ് നൽകുന്നത്. സർവഭൂതഹിതൈഷിണി പ്രണാമം. സർഗധന്യ ചൈതന്യമേ പ്രണാമം. പ്രണാമം ഗുരുഭൂതരേ പ്രണാമം. പിതൃതുല്യരേ പ്രണാമം. ഗുരുഭൂതരേ പ്രണാമം. പിതൃതുല്യരേ പ്രണാമം. പ്രിയതോഴരേ പ്രണാമം. പ്രണാമം പ്രണാമം. ക്ഷേത്ര അവകാശികളായ 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ 18ാമത് ചെട്ടുകുളങ്ങര അമ്മ ഗാനപൂർണശ്രീ അവാർഡ് വിതരണ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ക്ഷേത്ര അവകാശികളും ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുമായ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഈ നവരാത്രി കാലഘട്ടത്തിൽ സംഗീതത്തെ ഉപാസനയായി സ്വീകരിച്ച് ആ സംഗീതത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുവാൻ വേണ്ടി, അവർക്ക് അംഗീകാരം സമൂഹത്തിൽ നൽകുവാൻ വേണ്ടി ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് 13 കരകളുടെ ഏകീകൃത സംഘടനയായ ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് ചെട്ടുകുളങ്ങര അമ്മ ഗാനപൂർണശ്രീ പുരസ്കാരം. യശശരീരനായ ബാലഭാസ്കറിൽ തുടങ്ങി ഈ വർഷം വൈക്കം വിജയലക്ഷ്മിയിൽ എത്തി നിൽക്കുന്ന ഈ പുരസ്കാരം, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന ആദരണീയ ഫിഷറീസ് യുവജനക്ഷേമ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറാണ്. അദ്ദേഹത്തെയും 13 കരകൾക്ക് വേണ്ടിയിട്ടും ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിനു വേണ്ടിയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൈക്കം വിജയലക്ഷ്മിയെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരിയാണ്. ഞാനും വിജയലക്ഷ്മിയെ ലാസ്റ്റ് കാണുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിന് പോയ സന്ദർഭത്തിലാണ്. അതിമനോഹരമായൊരു പാട്ടോടെ പാടി. ഇപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് സംഗീത കച്ചേരി ഉണ്ടെന്നതിനോട് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞൊരു പാട്ടിന് പോകുന്നതിന് മുമ്പ് വേണമെന്ന് പറഞ്ഞു. ഒരു പാട്ട് പാടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നല്ല തരത്തിൽ ഒരു ഹൃദയസ്പർക്കായ ഒരു ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു മഹത്തായ ഒരു കലാ സൃഷ്ടിയുടെ പ്രചാരകയും അല്ലെങ്കിൽ ഒരു സൃഷ്ടികർത്താവുമായി വൈക്കം വിജയലക്ഷ്മി ഇന്ന് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്നു. അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അമ്മയുടെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം കൊടുക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് സാഹിത്യവും ഭഗവതിയുടെ അനുഗ്രഹമാണ്. അതിൽ വേണ്ട അത്രമാത്രം അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഒരു കലാകാരിയാണ് വൈക്കം വിജയലക്ഷ്മി. ചെട്ടുകുളങ്ങര അമ്മയുടെ പേരിൽ കഴിഞ്ഞ 18 വർഷമായി ഇവിടെ നടത്തി വരുന്ന ഈ പുരസ്കാരം ഓരോ വർഷവും അത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി എത്തിച്ചേരേണ്ടിടത്ത് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്
നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്നൊരു. അത് ഈ വർഷം വൈക്കം വിജയലക്ഷ്മിയിലെത്തി നിൽക്കുന്നു. ഏതായാലും അമ്മയുടെ അനുഗ്രഹം ആ കലാകാരിക്ക് എന്നും ഉണ്ടാവട്ടെ. ഈ അവാർഡ് ചെട്ടികുളങ്ങര അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ആ കലാകാരിക്ക് ഉണ്ടാവട്ടെ. എല്ലാം ചെട്ടികുളങ്ങര അമ്മയുടെ അനുഗ്രഹം. എന്നെ ക്ഷണിച്ചതിൽ സന്തോഷം, അതിയായ സന്തോഷമുണ്ട്. ഞാൻ കുഞ്ഞുനാളിലെ ഇവിടെ നിന്നും വളർന്നു വന്നതാണ്. ആ പഴയ കാലമൊക്കെ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരാൻ സാധിച്ചതിന് ദേവിയുടെ അനുഗ്രഹം. ഇനിയും വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്കും നന്ദി പറയുന്നു. സജി ചെറിയാൻ സാർ, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭക്തജനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്, പിന്നെ എന്നോടൊപ്പം എൻ്റെ കച്ചേരിയിൽ പക്കവാദ്യം വായിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹ വർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലി പൂങ്കദളി വാഴ പൂക്കളിൽ ആകത്തെ നിറഞ്ഞോ, ആകത്തെ നിറഞ്ഞോ. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തീ വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. താങ്ക് യു. അമ്മ ഗാനപൂർണ്ണ ശ്രീ അവാർഡ് സംഗീത ലോകത്തെ കലാകാരന്മാരെ ആദരിച്ചുകൊണ്ട് ഇന്ന് 18ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും മീഡിയ പ്രവർത്തകർക്കുമുള്ള നന്ദിയും കൃത്യയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.